കഅബയുടെ പരിചാരകനായിരുന്ന ഡോക്ടർ സാലിഹ് അൽ ഷൈബിയുടെ മരണത്തെ തുടർന്ന് കഅബയുടെ താക്കോൽ പുതിയ പരിചാരകന് കൈമാറി. പിൻഗാമിയായ ഷെയ്ഖ് അബ്ദുൽ വഹാബ് ബിൻ സൈനുൽ ആബിദീൻ അൽ ഷൈബിക്കാണ് മക്കയിൽ കഅബയുടെ താക്കോൽ കൈമാറിയത്. ഇതോടെ 78ാമത് കഅബയുടെ പരിചാരകനായി ഷെയ്ഖ് അബ്ദുൽ വഹാബ് ബിൻ സൈനുൽ ആബിദീൻ അൽ ഷൈബി മാറും. 35 സെന്റിമീറ്റർ നീളവും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതുമാണ് കഅബയുടെ താക്കോൽ. ഇത് കൈവശം വെക്കാനുള്ള ഉത്തരവാദിത്തം കഅബയുടെ പരിചാരകന് മാത്രമാണ്. അതോടൊപ്പം കിസ്വ മാറ്റുക, കഅബ കഴുകുക, സുഗന്ധം പൂശുക, കഅബ തുറക്കുക, അടയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ഉത്തരവാദിത്തം കഅബയുടെ പരിചാരകനായിരിക്കും. മക്ക ഹറമിലെ ഏറ്റവും പ്രശസ്തവും പഴക്കമേറിയതും മാന്യവുമായ പദവിയും തൊഴിലുമായാണ് കഅബയുടെ പരിചാരകൻ എന്ന ജോലി കണക്കാക്കപ്പെടുന്നത്. പ്രവാചകന്റെ കാലത്ത് മക്ക കീഴടക്കിയ ശേഷം കഅബയുടെ താക്കോൽ സൂക്ഷിപ്പും പരിപാലനവും അൽ ഷൈബി കുടുംബത്തിൽ മാത്രമായി പരിമിതപ്പെട്ടിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം ഷൈബിയാക്കളാണ് ഇന്നോളം കഅബയുടെ താക്കോൽ സൂക്ഷിക്കുന്നതടക്കമുള്ള ജോലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെയും കീഴിൽ ഈ ജോലി നിർവഹിക്കാൻ ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് കഅബയുടെ താക്കോൽ ഏറ്റുവാങ്ങിയ ശേഷം ഷെയ്ഖ് അബ്ദുൽ വഹാബ് അൽ ഷൈബി പറഞ്ഞു.